ആക്ച്വലി ഈ വീഡിയോയ്ക്ക് ഇൻട്രോ എടുക്കാൻ ഞാൻ മറന്നു, അതുകൊണ്ട് പിന്നീട് എടുക്കുകയാണ്. അപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് റിവൈൻഡിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐ എം ആക്ടിങ് ലൈക്ക് എ ഷെഫ് ഓൾറെഡി. അപ്പം നന്ദുവിൻ്റെ അടുത്തും സ്വാതിയുടെ അടുത്തും ബ്രേക്ക്ഫാസ്റ്റ് അതേപോലെ ലഞ്ച് ആൻഡ് ഡിന്നറിന് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഒരു ചിട്ട എഴുതി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അന്നത്തെ ദിവസത്തെ മെനു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒട്ടക ബിരിയാണി, മന്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതിയ കുറച്ച് മയത്തിലൊക്കെ. അവൾ എന്ത് മാന്യമായിട്ട് എഴുതുന്നത്, നിനക്ക് എന്തൊക്കെ സംശയമായിരുന്നു. പപ്പിക്ക് എന്ത് വേണം പപ്പി? പപ്പിക്ക് എന്ത് വേണം? നിങ്ങൾക്കറിയാലോ ഡിന്നർ എന്താ. പൊടി ഇഡ്ഡലി ആൻഡ് സാമ്പാർ. നന്ദു എമോജി എഴുതിയിട്ട് കട്ട് ചെയ്തിരിക്കണം. മട്ടൻ കറി ആൻഡ് ഗീ റൈസ്. മട്ടൻ ആര് വാങ്ങിക്കും? ഞാൻ പേര് മലയാളി കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വ്യത്യാസം ഓക്കെ, മട്ടൻ കറി ആൻഡ് ഗീ റൈസ്. ബഡ്ജറ്റ് കൂടുന്നു. അതെങ്ങനെയാ പറഞ്ഞിട്ട് നിന്റെ എണ്ണ എടുക്കണേ? അപ്പോ ചിക്കൻ കറി, പാസ്ത. ഏത് വൈറ്റ് സോസോ റെഡോ? വൈറ്റ് സോസ് മാത്രം ഉണ്ടാക്കാറിയോ? പിന്നെ അതുകൊണ്ടാക്കി വരും ചോദിക്കണ അത് വേണോ ഇത് വേണോ മറ്റേത് വേണോ. എനിക്കത് അറിയാവുള്ളെങ്കിൽ അത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് പൊടി ഇഡലി സാമ്പാർ, ലഞ്ചിന് മട്ടൻ കറി ഗീ റൈസ്, രാത്രി പാസ്ത. ഇത് നാളെന്ന് പറയുന്നു. എന്നാണോ പൈസ കിട്ടുന്നത് അന്ന് എന്നാണ് നാളെ. നമ്മളിപ്പോ ചെയ്യാൻ പോണെന്ന് വെച്ചാല് നാളെ ഇത്രയും സാധനങ്ങൾ തന്നില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് നീ ഉണ്ടാകുമോ ഇതൊക്കെ? ആർ യു കോൺഫിഡൻസ്? എത്ര പെർസെന്റേജ്? നമ്മൾ ഇത്രയും ദിവസം ഞാൻ ഉണ്ടാക്കിയതല്ലേ കേട്ടിക്കൊണ്ടിരുന്നത്. അല്ല ഇത് കുറച്ച് ഹെവി ടാസ്ക് അല്ലേ? കുഴപ്പമില്ല. ഫുൾ ഡേ ഇങ്ങനെ അടുക്കളയിലായിരിക്കും. വെച്ച് വെക്കണം. ഞാൻ ഫുൾ ഡേ അടുക്കളയിലായിരിക്കുന്നു. ഞാൻ ഉച്ചയ്ക്ക് ലൈക്ക് ഞാൻ അടുക്കളയിൽ കയറി വിത്തിൻ 2.5-3 hours ഐ വിൽ കംപ്ലീറ്റ് എവരിതിങ്. ലഞ്ചിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗീ റൈസ് ആണ്. ഗീ റൈസും ലഞ്ചിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ക്ലോസ് ചെയ്തെടുക്കാതെ. ഗീ റൈസിനുള്ളത് അരി മേടിക്കണം കേട്ടോ. ആർക്കും വിദ്യാഭ്യാസം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? അമ്മ ടീച്ചറാണ് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. അമ്മ നല്ലതായിട്ട് പഠിപ്പിച്ചിട്ടാണ് എന്നെ വിട്ടത്. ബിരിയാണി റൈസ് മേടിക്കണം. ഗീ ഇവിടെ എത്ര ക്ലാസ് വരെ പഠിച്ചു? 8 ദിവസം. എത്ര ക്ലാസ്? മേഘയുടെ വിദ്യാഭ്യാസം എത്രയാണ്? എന്നിട്ടാണ് ലഞ്ചിന്റെ സ്പെല്ലിംഗ് അറിഞ്ഞോളൂ. കേക്ക് എഴുന്നേറ്റേ ഉള്ളൂ. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ സാധനമൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാനും സ്വാതിയും പപ്പയും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് സാധനം മേടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഉച്ചക്കലത്തേക്ക് നന്ദു എഴുന്നേറ്റ് കഴിച്ച് നോക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് മട്ടൻ വേണം. അപ്പൊ ഞാൻ അമ്മയെ വിളിച്ച് റെസിപ്പി ഒക്കെ ചോദിച്ചു. അപ്പൊ മട്ടന് ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ചോറും വെച്ചു ഓൾറെഡി. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തന്നെ കൈൻഡ് ഓഫ് അമ്മ ഗീ റൈസ് ഉണ്ടാക്കുന്ന വേറൊരു രീതിയിലാണ്. അപ്പൊ അതാണ് വേണ്ടതെന്ന് പറഞ്ഞു നന്ദുന്. അപ്പൊ അതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു മട്ടൻ വാങ്ങിക്കാം. എന്റെ പേരെന്താന്ന് പറ. വില നോക്കിയാണ് വാങ്ങിയത്. ഇനി 26 രൂപയുള്ളൂ. പക്ഷെ എനിക്ക് ഈ ഷേപ്പ് വേണം. പക്ഷെ ഈ ഷേപ്പിൽ 75 rupees. 26 രൂപയിൽ സംതൃപ്തി കൊണ്ടുവന്നു. ഗീ റൈസിനുള്ള ഒരു ചിക്കനുള്ള പാത്രം. ഇനി നീ പോയി ചിക്കൻ കറി ഇട്ടു.
വേണം, ഞാൻ കുറച്ചുകൂടെ വേണമെങ്കിൽ വീഡിയോ എടുക്കാം. ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് 2 ടൊമാറ്റോയും കുറച്ച് പച്ചമുളകും കൂടെ യൂട്യൂബിൽ ലെങ്ത് കാണൂല്ലേ? ഇനി അതെടുത്ത് തന്നിട്ട് ചിക്കൻ കഴിക്കാം. അപ്പത്തേക്കും ഞങ്ങൾ സാലഡിനും കട്ട് ചെയ്ത് സവാള വയറ്റണം. എത്ര വിഷയം നീ ഇടും? മതിയായി. പോയി ചിക്കൻ കഴുകും, പോയി അരി കഴുകടാ. ഒരു തക്കാളി കുനുകുന, ഒന്ന് സാലഡിനും ഒന്ന് ചിക്കനും. അല്ല, സവാള ചിക്കന് വേണ്ടി തന്നെ ഇത്രയും. വീഡിയോ എടുക്കാൻ വേണ്ട. നീ ഒന്ന് തിരിയോ, ഒന്ന് തിരിയോ. അതാണ് ഈ വീട്ടിന്റെ പ്രശ്നം, പാത്രമില്ല. നന്ദുവിന്റെ വയറ് ഭാഗ്യമില്ല, മട്ടൺ തപ്പിയിട്ട് വയറ്റ് ഭാഗ്യമില്ല. പക്ഷെ നന്ദുവിന്റെ മിസ്റ്റേക്ക് ആണ്. രാവിലെ ആദ്യമേ ഈ സാധനം മേടിക്കാൻ പോയിരുന്നെങ്കിൽ കിട്ടിയാണ്. ഉച്ചയ്ക്ക് മട്ടൺ മേടിക്കാൻ പോയാ അവിടെ ഉണ്ടായിരുന്നു. വെളിയിൽ ആടിന്റെ തലയൊക്കെ ഞാൻ കണ്ടു. വെട്ടി ഫോട്ടോക്കല്ല, വേസ്റ്റില്. ചിക്കൻ ഈസ് ഓൾമോസ്റ്റ് റെഡി. കുക്കർ അടയ്ക്കാൻ പോകുന്നു. നമ്മള് ചിക്കൻ ഫ്രൈക്ക് വറുത്ത് വെച്ചു. ചിക്കൻ കറിക്ക് മിസ്സിലാണ്. ചോറ് നമ്മൾ രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അവസാനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, ബീഫ് ഒഴിക്കാനുള്ള. അതും ചെയ്ത് വെച്ചു. ഹോട്ടാണ്. സാലഡുമായി. ഇനിയിപ്പോൾ നമുക്ക് 3 വിസിൽ വരുമ്പോഴത്തേക്കും ചിക്കൻ തരാം. നമ്മൾ ലേറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്ന ആർക്കും വിശക്കുന്നില്ല. അത് ഒരു 1 അവറിൽ 30 മിനിറ്റ്സിലെല്ലാം ആവും. 1 അവറിൽ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോഴത്തേക്കും കുടിക്കുകയും ചെയ്യാം. നമുക്ക് പപ്പീനെ കുടിപ്പിക്കാം. ഇതെങ്ങനെ ശീലിപ്പിക്കലാണ് ചെയ്തത്. അങ്ങനത്തെ പീസാണ് ഇഷ്ടം. നിങ്ങളെന്തൊരു സന്തോഷമില്ലാതെ കഴിക്കണേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അറൗണ്ട് 5:45, 5:30 ഒക്കെ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പപ്പീനെ walkie കൊണ്ട് നമ്മൾ വന്നിട്ടാണ്. ഇവിടെ കുറേ ബഡീസ് ഉണ്ട്. പപ്പയ്ക്കാണോ പാസ്ത? ഹലോ. സോ സിൻസ് നമ്മളൊരു പ്രൊഫഷണൽ വ്ളോഗർ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഔട്ട്രോ എടുക്കാനും ബാക്കി ക്ലിപ്പിങ്സ് എടുക്കാനും ഞാൻ മറന്നു. ഇൻട്രോ എടുക്കാൻ മറന്നതുപോലെ തന്നെ. അപ്പോൾ ദ കുക്കിംഗ് വെൻറ്റ് വെൽ. ആക്ച്വലി ഞാൻ ഷെഫ് ഫോർ ദ ഡേ എന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഞാൻ തന്നെ കുക്ക് ചെയ്യും, ആരെയും ഹെൽപ്പ് വാങ്ങിക്കരുത് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കുക്കിംഗ് ഞാനാണ് ചെയ്തത്. കട്ടിങ്ങും ചോപ്പിങ്ങും പിന്നെ കുറച്ച് പാത്രം കഴുകുകയും ഇതെല്ലാം എനിക്ക് ഹെൽപ്പ് വാങ്ങിക്കേണ്ടത്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷേ എവറിത്തിങ് വെൻറ്റ് വെൽ. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. നന്ദുവിന് പാസ്ത അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് അത് ഭയങ്കര വൈറ്റ് സോസ് ആയതുകൊണ്ട് ഭയങ്കര ചീസി ആയിരുന്നു. പക്ഷേ സ്വാദിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഫുഡ് വാസ് ഓൾസോ നൈസ്. ഞാൻ പ്രോ കുക്കൊന്നുമല്ല, പക്ഷേ കഴിക്കാൻ പറ്റുമായിരുന്നു. ഡീസൻറ്റ് ഫുഡായിരുന്നു. സോ ഇറ്റ് വെൻറ്റ് വെൽ. മിഷൻ പാസ്ഡ്.